ഞങ്ങൾ കഴിഞ്ഞ 13-ാം തീയതി കോഴിക്കോട് വെച്ച് പാർട്ടിയുടെ 33-ാം വാർഷികം കൊണ്ടാടുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി അതിനുശേഷം എല്ലാ പോഷക ഘടകങ്ങളും INL-ന് 10 പോഷക ഘടകങ്ങളുണ്ട്. നാഷണൽ യൂത്ത് ലീഗ്, നാഷണൽ വിമൻസ് ലീഗ്, അതുപോലെ തന്നെ പ്രവാസി ലീഗ്, ലേബർ യൂണിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പരിപാടി വിവിധ ജില്ലകളിൽ സംഘടിപ്പിക്കാൻ പാർട്ടി കൂടുതൽ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അവസ്ഥയിൽ കൂടുതൽ ശക്തമാക്കാനും തീരുമാനിച്ചതാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ക്യാമ്പയിനാണ് നാളെ കണ്ണൂരിൽ വെച്ച്, കണ്ണൂർ ജവഹർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താൻ പോകുന്നത്. അത് ദേശീയ തലത്തിൽ തന്നെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. ബാക്ക് ടു ബാലറ്റ്, ബാലറ്റ് പേപ്പറിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളത്. ഇത്തരമൊരു ക്യാമ്പയിൻ മഹാരാഷ്ട്രയിൽ നടത്തിയിട്ടുണ്ട്, കർണാടകയിലൊക്കെ നടത്തിയിട്ടുണ്ട്, ഡൽഹിയിൽ നടത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ വളരെ രാജ്യത്തേറ്റവും അറിയപ്പെടുന്ന കുറേ ജൂറിസ്റ്റുകൾ, നിയമ വിദഗ്ധരെല്ലാം കൂടിയിട്ടാണ് നടത്തിയത്. പ്രകാശ് അംബേദ്കറെ പോലെയുള്ള വ്യക്തികളുണ്ടായിരുന്നു സംഭവം. അതോടൊപ്പം തന്നെ കേരളം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന PMC പദ്ധതിക്കെതിരെയുള്ള പ്രതിഷേധം. ഇത് ഇടതുപക്ഷത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ PMC പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ എതിർത്തിരുന്നു. CPI-യും രംഗത്തേക്ക് ഉണ്ടായിരുന്നു സംഭവം. കാരണം കേരളത്തിന്റെ മതനിരപേക്ഷ സമൂഹത്തോടുള്ളൊരു വെല്ലുവിളിയാണ്. അതേ സമയത്ത് സമഗ്ര ശിക്ഷാ അഭിയാന്റെ ഒക്കെ തുക കിട്ടാനുണ്ടെങ്കിൽ അത് തരുന്നില്ലെങ്കിൽ അതിനെതിരെ കോടതിയിൽ പോയിട്ട് അത് ചോദിച്ചു വാങ്ങുക എന്നുള്ളതാണ് ശരിയായ മാർഗം എന്നൊക്കെ ഞങ്ങൾ ഒന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. ഈ ഗവൺമെന്റ് അന്ന് ഏറ്റവും കൂടുതൽ എതിർത്തതായിരുന്നു. പ്രത്യേകിച്ചും തന്നെ മുസ്ലിം ലീഗുകാരൊക്കെ എല്ലാ വീടുകളിലും പോയി RSSകാർക്ക് വേണ്ടിയിട്ടാണ് LDF പ്രവർത്തിക്കുന്നത്, പിണറായി വിജയൻ അവരുടെ ഏജന്റാണെന്നൊക്കെ പറഞ്ഞ് പ്രചാരണം നടത്തിയത്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷത്തിന്റെ വോട്ട് ഒക്കെ തട്ടിയെടുത്തത്. അപ്പം അവരുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി ആയിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ പറയുന്ന മുഖ്യമന്ത്രി VD സതീശനും തന്നെ അന്ന് ശക്തയുദ്ധം തെരുവുകളിലും അതുപോലെ തന്നെ അസംബ്ലിയിലൊക്കെ തന്നെ ഇതിനെതിരെ സംസാരിച്ച. ഇപ്പോൾ പറയുന്നത് അത് ഒരിക്കലും തന്നെ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാതിരിക്കാൻ പറ്റില്ല, ഞങ്ങൾ കുടുങ്ങിയിരിക്കുകയാണെന്ന്. VD സതീശൻ ഈ വിഷയത്തിലൊക്കെ തന്നെ അത് നമ്മുടെ സാമാന്യ മര്യാദ അനുസരിച്ച് പച്ചക്കള്ളം പറയുക. ആ പദ്ധതി വേണമെങ്കിൽ അതിലുമായി മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിൽ നിന്ന് പിൻവാങ്ങാം. കാരണം അദ്ദേഹം അധികാരത്തിൽ വന്ന ഉടനെ തന്നെ കേന്ദ്ര മന്ത്രാലയം, വിദ്യാഭ്യാസ മന്ത്രാലയത്തും അദ്ദേഹത്തോട് എഴുതി ചോദിച്ചിരിക്കുക, നിങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ? പോകുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. അതേസമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവസാന കാലഘട്ടത്തിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട് കീപ്പ് ഇൻ അബിയൻസ്, അത് അവിടെ മരവിപ്പിച്ച് നിർത്തിയാൽ മതി, ഞങ്ങൾ ഇപ്പോഴും മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളത്. ഈ 2 വിഷയങ്ങളിൽ ഊന്നിയും കൊണ്ടുള്ള ഒരു ക്യാമ്പയിനാണ്. ഒന്ന് പ്രതിഷേധമാണ് ഈ PMC പരിപാടിക്കെതിരായിട്ട് ഇവിടെ DD ഓഫീസിന് മുമ്പിലേക്ക്. രണ്ടാമതായി ഈ ബാക്ക് ടു ക്യാമ്പയിൻ, ബാലറ്റ് എന്നുള്ള ക്യാമ്പയിന് നാളെ തുടക്കം കുറിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് പ്രമുഖ വ്യക്തികളൊക്കെ തന്നെ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു സംഗമമാണ് നാളെ നടത്തുന്നത്. മുൻ സ്പീക്കർ ഷംസീർ ആണ് ആ PMCക്കെതിരായിട്ടുള്ള പ്രതിഷേധ പരിപാടി സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത്. അതേസമയം ഈ പാർട്ടി നേരിട്ട് നടത്തുന്ന ബാക്ക് ടു ബാലറ്റ് എന്നുള്ള ക്യാമ്പയിന് തുടക്കം കുറിക്കുന്നത് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർഗോവിൽ മുൻ മന്ത്രിയാണ്. പിന്നെ മറ്റ് 2-3 പ്രമുഖ വ്യക്തികൾ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സഖാവ് CN ചന്ദ്രനും അതുപോലെ തന്നെ കുത്തുറമ്പ് MLA പ്രവീണും പിന്നെ നമ്മുടെ നാട്ടുകാരനായ ബാബു ഗോപിനാഥൊക്കെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ INL-ന്റെ എല്ലാ ഘടകങ്ങളും ഈ പരിപാടിയിൽ പങ്കെടുക്കും. കാലാവസ്ഥ തെളിഞ്ഞു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്.